ഹലോ ഗൈസ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സുബിസ്കാറും എൻ്റെ ഓത്തൊക്കെ കഴിഞ്ഞ് മോളെ ഡയപ്പറൊക്കെ ചേഞ്ചാക്കി ഓളൊക്കെ എടുത്തതിന് ശേഷം ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് എഴുന്നേറ്റിപ്പോൾ ഒരു 9 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷെംകാക്ക് കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അടുത്ത വീട്ടിലെ താത്താൻ്റെ അടുത്ത് നമ്മളെ രാഗി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണക്കി അതിന് പഴറ്റി അത് വല്ലാണ്ട് പരാജയപ്പെട്ടപ്പോൾ താത്ത പറഞ്ഞു ഞാൻ ഉണക്കി ശരിയാക്കി തരാമെന്ന് താത്താൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോയി നോക്കി എന്തായിരുന്നു. അപ്പോൾ താത്ത ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് പൊടിച്ച് വെച്ചാൽ മതി ഇനിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചത് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചു. ഞാൻ അതിൽ നിന്ന് 2 സ്പൂൺ എടുത്തിട്ട് മോൾക്ക് അടുപ്പിൽ ചെറിയ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാട്ടെ, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ചട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ അനിയ സിസ്റ്റർ അടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകാണ്ട് വാങ്ങിച്ചാണ്ട് ഇത് അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ. അത് കഴുകുകയാണ്. അതിൻ്റെ ഇടയിൽ മോളുടെ മേലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എണ്ണ പിടിക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഇടയിലുള്ള പണികളൊക്കെ കഴിക്കുന്നത്. കാരണം ഓളെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുളിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അവൾ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറുക്ക് നല്ല തിക്കായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ വെള്ളം കുറവാണെന്നുള്ളത്. ഞാൻ അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിക്കാണ്ട് അതൊന്ന് സെറ്റാക്കിക്കാണ്ട് അടുപ്പ് ഓഫ് ചെയ്തു കിട്ടാം. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ട വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഞാൻ കുടിക്കുന്ന ചിയാ സീഡ്സ് ഇട്ട വെള്ളം ഒരു ബോട്ടിലേക്ക് നിറച്ച് വെച്ചു. അതുപോലെ തന്നെ ഷെംകാക്ക കുടിക്കാനുള്ള നോർമൽ വെള്ളവും ഒരു ജഗ്ഗിലേക്ക് ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കുന്നതാണ്. അപ്പോഴേക്ക് മോൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇന്നെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളൊക്കെ എന്നെ കാണുന്ന രീതിയിൽ ഞാൻ അവളെ കിടത്തി. കാരണം എന്താ വെച്ചാൽ അവൾ എന്നെ തിരയും ഉണരുന്ന സമയത്ത്. അപ്പോൾ കിടത്തിയപ്പോൾ അവളിങ്ങനെ പൊന്തി നോക്കുന്നുണ്ട്. ഞാൻ സുജൂദക്കൊക്കെ പോകുമ്പോൾ അവളിങ്ങനെ തല പൊന്തിച്ച് നോക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ള രീതിയിലിട്ടാ. എനിക്ക് ആ രംഗം കാണുമ്പോൾ ഭയങ്കര ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഖുർആൻ ഓതി. കാരണം വേറെ എവിടേക്കെങ്കിലും മാറി നിൽക്കാണ്ട് ഞാൻ ഓതാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഓള് സമ്മതിക്കില്ല. ഓൾ എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും കരഞ്ഞുകൊണ്ടും പിന്നെ എനിക്കൊരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല, അവൾ എന്തായി എന്നുള്ളത്. അപ്പം ഞാൻ അവളെ അടുത്ത് തന്നെ ഇരുന്നിട്ട് എൻ്റെ ഓത്തും കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയിരുന്നു. പിന്നെ എൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവൾക്ക് രാവിലെ കൊടുത്ത കുറുക്കിൻ്റെ ബാക്കി അങ്ങനെയുണ്ട്, അതിൽ കുറച്ച് കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒന്ന് ശരിയാക്കി എടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇന്ന് നമുക്ക് നോമ്പറക്കാനും ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നോമ്പറക്കലാണ്. അപ്പോൾ ഷെമിന്ന് ഞങ്ങളെ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞ് മൂപ്പര് വരില്ല എന്ന് പറഞ്ഞു കേട്ടോ. കാരണം മൂപ്പർക്ക് അവിടെ നിന്ന് ഞങ്ങളെ വന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്, കഴിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല, അപ്പം എനിക്ക് ഫുഡ് വേണ്ട. അപ്പോൾ ഉമ്മ എന്തായാലും ഫുഡ് കൊടുത്തേക്കും. അപ്പോൾ പിന്നെ ആ ഫുഡ് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആക്കാൻ നോമ്പ് തുറക്കുമ്പോഴെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാട്ടർമെലൺ എടുത്തുകൊണ്ട് ജ്യൂസ് അടിച്ചു. അപ്പോൾ ജ്യൂസ് അടിക്കണ വാട്ടർമെലൺ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പൈനാപ്പിൾ ഭയങ്കരമായിട്ട് ഫ്രോസണായിട്ട് അത് കിട്ടുന്നില്ല കേട്ടോ. അതിൽ ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ വേഗം വാട്ടർമെലൺ എടുത്തുകൊണ്ട് ജ്യൂസ് അടിച്ച്. അങ്ങനെ എനിക്കിന്ന് നോമ്പ് തുറക്കാൻ പൈനാപ്പിളും വാട്ടർമെലൺ ജ്യൂസും ഡേറ്റ്സും ആണ് ഉള്ളത്, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബാങ്കൊക്കെ കൊടുത്തു. ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറന്നപ്പോൾ ഇന്ന് വലിയ സുഖമൊന്നും തോന്നിയില്ല, ഒറ്റക്കാണ് ഉള്ളത്. അപ്പോൾ വലിയ രസമൊന്നും തോന്നിയില്ല കേട്ടോ. മറ്റേത് എന്തൊക്കെ പറഞ്ഞാലും മോളും ഉണർന്ന് കിടക്കലുണ്ടെന്ന്, മോളും ഉറങ്ങിയിട്ടുണ്ട്, പിന്നെ ഷെംകാക്കിയില്ല കൂടെ. അപ്പോൾ പിന്നെ ഒറ്റക്കാണ് നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ മൂപ്പര് വരുമ്പോഴേക്കിൻ്റെ നിസ്കാരവും മൂത്തും കാര്യങ്ങളൊക്കെ കഴിക്കാം, വേഗം നോമ്പ് തുറന്നിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചുട്ടാ. പക്ഷേ ഞാൻ തറാവി നിസ്കരിക്കാനായപ്പോഴേക്കിൻ്റെ മോൾ ഉണർന്നിരുന്നു. പിന്നെ ഓരോ റക്കത്ത് 2 റക്കത്ത് കഴിയുമ്പോഴും ഞാൻ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് കണ്ടൊക്കെയാണ് നിസ്കരിച്ചത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ നിസ്കാരം കഴിച്ചത്. അത് കഴിഞ്ഞ് നിസ്കാരവും മൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നപ്പോഴേക്ക് ഓൾ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മ എനിക്ക് ബിരിയാണിയും അതേപോലെ സമൂസ, പക്കോട, ഫ്രൂട്ട്സൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചു. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി. പിന്നെ ഒന്ന് വേഗം ഉറങ്ങണം, നാളെ ഡ്യൂട്ടി ഉണ്ട്, വേഗം ഉറങ്ങണം. അപ്പോൾ എന്തായതു ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നത് വരെ ബായ്, അസ്സലാമു അലൈക്കും.